ആധുനിക ഇന്ത്യയിൽ കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു നമുക്ക്. കുട്ടികൾ പട്ടിണി കിടന്നു മരിച്ച കാലഘട്ടം, ഉപ്പിന് പോലും രാജ്യത്ത് നികുതി ഏർപ്പെടുത്തിയ കാലഘട്ടം, ഇന്ത്യൻ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചും കർഷക ഭൂനികുതി മാരകമായി രാജ്യത്ത് ഉയർത്തിയും ചുറ്റുപാടുകളിൽ നിന്ന് സൗജന്യമായി ഇന്ത്യൻ ജനത വിനിയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേൽ നിയന്ത്രണം കൊണ്ടുവന്നും ഇന്ത്യൻ ജനതയെ ചൂഷണം ചെയ്ത കാലഘട്ടം. അതെ, നമ്മൾ സംസാരിക്കുന്നത് സിവിൽ നിയമ കാലഘട്ടത്തെക്കുറിച്ചാണ്. 1927 മുതൽ 1934 വരെ നിലനിന്ന കാലഘട്ടമാണ് സിവിൽ നിയമ കാലഘട്ടം. സിവിൽ നിയമം നടപ്പിലാക്കിയ ഇന്ത്യയുടെ സാമൂഹ്യ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ 1927 ബ്രിട്ടനിൽ ഒരു കമ്മീഷനെ രൂപീകരിക്കുന്നു. ആ ഭരണപരിഷ്കരണ കമ്മീഷന്റെ പേരാണ് സൈമൺ കമ്മീഷൻ. ജോൺ സൈമൺ എന്ന ഇംഗ്ലീഷുകാരൻ്റെ നിയന്ത്രണത്തിലാണ് ഈ കമ്മീഷൻ രൂപപ്പെട്ടത്. എന്നാൽ ഈ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരനെ പോലും ബ്രിട്ടീഷുകാർ അംഗമാക്കിയില്ല. ഇത് ഇന്ത്യൻ ജനതയെ ചൊടിപ്പിക്കുകയും ഈ കമ്മീഷനെ ബഹിഷ്കരിക്കുവാൻ ഇന്ത്യൻ ജനത തയ്യാറാവുകയും ചെയ്തു. 1927 ചരിത്രമുറങ്ങുന്ന മദ്രാസിന്റെ മണ്ണിൽ MA അൻസാരി എന്ന മുസൽമാന്റെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് സമ്മേളനം കൂടുന്നു. ഈ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് സൈമൺ വിരുദ്ധ കലാപം ആരംഭിക്കുന്നതായി പ്രഖ്യാപിക്കപ്പെടുന്നു. രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഈ സമ്മേളനത്തിൽ വെച്ച് ഒരു മുസൽമാൻ ഒരു മുദ്രാവാക്യം ഉറക്കെ വിളിച്ചു പറയുന്നു: സൈമൺ ഗോ ബാക്ക്. സൈമൺ ഗോ ബാക്ക് എന്ന യൂസഫ് മെഹ്റലിയുടെ ഈ മുദ്രാവാക്യം ഇന്ത്യൻ ജനത ഏറ്റുപാടി. സൈമൺ വിരുദ്ധ കലാപം പുരോഗമിക്കുമ്പോൾ സൈമൺ കമ്മീഷനെ നിർബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുന്നു. രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിപ്ലവ സിംഹമായ ലാലാ ലജ്പത് റോയി ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നു. മാർച്ച് ബ്രിട്ടീഷ് ഭരണസിരാസ്ഥാനം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നു. വളരെ കുറച്ചു പേരിൽ ആരംഭിച്ച മാർച്ച് മുൻനിരയിൽ നിന്നുകൊണ്ട് ലാലാ ലജ്പത് റോയി ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്: സൈമൺ ഗോ ബാക്ക്. വളരെ കുറച്ചു പേരിൽ ആരംഭിച്ച ഈ മാർച്ച് ഓരോ അങ്ങാടിപ്പുറങ്ങളും തെരുവോരങ്ങളും താണ്ടി മുന്നോട്ട് കുതിക്കുമ്പോൾ ഈ മാർച്ചിന്റെ നീളവും വീതിയും ക്രമേണ കൂടി വന്നു. മുൻനിരയിൽ നിന്നുകൊണ്ട് പഞ്ചാബ് സിംഹം ഉറക്കെ വിളിച്ചു പറയുന്നു: സൈമൺ ഗോ ബാക്ക്. മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ മാർച്ചിനെ ബ്രിട്ടീഷുകാർ തടയുന്നു. ബ്രിട്ടീഷുകാർ ലാത്തികൊണ്ട് ഈ മാർച്ചിൽ പങ്കെടുത്തവരെ മാരകമായി അടിക്കുന്നു. അടിയുടെ വേദന സഹിക്കവയ്യാതെ ചിലരെങ്കിലും ഈ മാർച്ചിൽ നിന്ന് ചിതറി ഓടുന്നു. ഓരോ അടിയേറ്റു വാങ്ങിക്കൊണ്ടും ലാലാ ലജ്പത് റോയി പറഞ്ഞുകൊണ്ടേയിരുന്നു: സൈമൺ ഗോ ബാക്ക്. 10-12ഓളം വരുന്ന പോലീസുകാർ അദ്ദേഹത്തിന്റെ തല തച്ചു പൊട്ടിക്കുന്നു. അവശതയിലും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു: സൈമൺ ഗോ ബാക്ക്. ഉള്ളിലുള്ള ഒരിറ്റ് ജീവൻ ഇങ്ങനെ പൊലിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ ജനിച്ചു വീണ ഭാരതത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ലാലാ ലജ്പത് റോയി ശ്രമിക്കുകയാണ്. തലയിൽ നിന്ന് ഒലിച്ചു വരുന്ന രക്തത്തുള്ളികൾ കണ്ണിലെ കാഴ്ചയെ മറയ്ക്കുന്നു. വലത് കൈകൊണ്ട് രക്തത്തുള്ളികൾ തുടച്ചു നീക്കിക്കൊണ്ട് അവസാനമായി ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ ഒരു നോക്ക് കാണാൻ അദ്ദേഹം ശ്രമിക്കുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച ദൂരെ നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പിന്റെ ബോണറ്റിലേക്ക് ഇങ്ങനെ വലതുകാല് പൊക്കിപ്പിടിച്ചു വെച്ചുകൊണ്ട് ഒരു ചെറുപുഞ്ചിരിയോടുകൂടി ലാലാ ലജ്പത് റോയിയുടെ മരണത്തെ നോക്കിക്കാണുന്ന ഒരു ഇംഗ്ലീഷുകാരൻ്റെ മുഖമാണ്. അദ്ദേഹത്തിന്റെ പേരാണ് സ്കോട്ട്. ലാലാ ലജ്പത് റോയി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിപ്ലവകാരിയുടെ മരണത്തെ കണ്ടാസ്വദിക്കുകയാണ് സ്കോട്ട് എന്ന ഇംഗ്ലീഷുകാരൻ. സഹിക്കവയ്യാതെ ലാലാ ലജ്പത് റോയി രക്തം തുടിക്കുന്ന കരങ്ങൾ അദ്ദേഹത്തിന് നേരെ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു: നീ ഒന്നോർക്കുക, നീ എന്നെ അടിക്കുന്ന ഈ ഓരോ അടിയുമുണ്ടല്ലോ, അത് നിന്റെയൊക്കെ ശവപ്പെട്ടിയിൽ അടിക്കുന്ന ആണികളായി മാറും. ഈ വാചകം പറഞ്ഞുകൊണ്ട് ലാലാ ലജ്പത് റോയി മരണത്തിന് കീഴടങ്ങുന്നു. ലാലാ ലജ്പത് റോയിയുടെ മരണം നോക്കിക്കാണുന്ന സ്കോട്ടിന്റെ മുഖത്തെ ചിരി ഒരു അട്ടഹാസമായി മാറുന്നു. ലാലാ ലജ്പത് റോയി എന്ന ഇന്ത്യയുടെ വിപ്ലവ സിംഹത്തിന്റെ മരണത്തിന് കാരണക്കാരനായ ഇംഗ്ലീഷുകാരൻ സ്കോട്ടിനെ വധിക്കുവാൻ ഭഗത് സിംഗും രാജ്ഗുരുവും സുഖ്ദേവും തീരുമാനമെടുക്കുന്നു. ആളുമാറി സ്റ്റാൻഡേർഡ്സൺ എന്ന പോലീസുകാരനെ വെടിവെച്ചു കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നീ വിപ്ലവകാരികളെ ബ്രിട്ടീഷുകാർ പിടികൂടുകയും നിർദാക്ഷിണ്യം തൂക്കിലേറ്റ് കൊല്ലുകയും ചെയ്തു. സിവിൽ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന സൈമൺ കമ്മീഷനും നമുക്ക് വരുത്തിവെച്ച നഷ്ടം ലാലാ ലജ്പത് റോയി, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നീ വിപ്ലവകാരികളുടെ മരണമായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ജനത 1927 മുതൽ 1934 വരെ അനുഭവിച്ച അരാജകത്വമായിരുന്നു. 1927-34 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദേശീയ നിയമമായിരുന്നു സിവിൽ നിയമം. 1927 നിയമം നടപ്പിലാക്കിയ ഇന്ത്യൻ വൈസ്രോയി ഇർവിൻ പ്രഭു, 1934 നിയമം പിൻവലിച്ച ഇന്ത്യൻ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. എന്തായിരുന്നു സിവിൽ നിയമം? ഉപ്പിന് പോലും രാജ്യത്ത് നികുതി ഏർപ്പെടുത്തിയ നിയമം.
1927 ശേഷം കർഷക ഭൂനികുതി അമിതമായി ഉയർത്തിയ നിയമം. 1927 ശേഷം ഇന്ത്യൻ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച നിയമം. ചുറ്റുപാടുകളിൽ നിന്നും സൗജന്യമായി ഇന്ത്യൻ ജനത ഉപയോഗിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേൽ നിയന്ത്രണം കൊണ്ടുവരികയും അതിൻ്റെ കുത്തകാവകാശം ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയും ചെയ്ത നിയമം. സൈമൺ കമ്മീഷൻ. സിവിൽ നിയമം നടപ്പിലാക്കി ഇന്ത്യൻ സാമൂഹ്യ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ഇന്ത്യയിൽ വന്ന ഭരണപരിഷ്കരണ ശുപാർശ കമ്മീഷനായിരുന്നു സൈമൺ കമ്മീഷൻ. കമ്മീഷൻ തലവൻ ജോൺ സൈമൺ. കമ്മീഷനിലെ ആകെ അംഗങ്ങൾ 7. കമ്മീഷനെ ഇന്ത്യ എതിർക്കുവാൻ കാരണമെന്ത്? ഒരു ഇന്ത്യക്കാരൻ പോലും കമ്മീഷനിൽ അംഗമാകാത്തത്. വൈറ്റ്മാൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ. സൈമൺ കമ്മീഷൻ. കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1927 ബ്രിട്ടനിൽ. കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1928. കമ്മീഷൻ മടങ്ങിപ്പോയ വർഷം 1929. കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ച വർഷം 1930. സൈമൺ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന നിയമമേത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ INC സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ MA അൻസാരി. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉടമ യൂസഫ് മെഹ്റലി. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തെ പ്രസിദ്ധമാക്കി മാറ്റിയ വിപ്ലവകാരി ലാല ലജപത് റോയ്. 1928 സൈമൺ വിരുദ്ധ കലാപത്തിൽ മരണപ്പെട്ട ഇന്ത്യൻ വിപ്ലവകാരിയാര്? ലാല ലജപത് റോയ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ലാല ലജ്പത് റോയ്. ലജപത് റോയിയുടെ മരണത്തിന് കാരണക്കാരനായ ഇംഗ്ലീഷുകാരൻ സ്കോട്ട്. നിങ്ങൾ എന്നെ അടിക്കുന്ന ഓരോ അടിയും നിങ്ങളുടെ ശവപ്പെട്ടിയിലടിക്കുന്ന ആണികളാണ്. ആരുടേതാണ് ഈ വാക്കുകൾ? ലാല ലജപത് റോയ്. ലജപത് റോയിയുടെ മരണത്തിന് കാരണക്കാരനായ ഇംഗ്ലീഷുകാരനെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭഗത് സിംഗും കൂട്ടരും ആളുമാറി വെടിവെച്ചു കൊന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാര്? സ്റ്റാൻഡേർഡ്സൺ. സ്റ്റാൻഡേർഡ്സന്റെ വധവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരികൾ ആരെല്ലാം? രാജ്ഗുരു, സുഖ്ദേവ്, ഭഗത് സിംഗ്. രാജ്ഗുരു, സുഖ്ദേവ്, ഭഗത് സിംഗ് എന്നീ വിപ്ലവകാരികളെ തൂക്കിലേറ്റിയ വർഷം 1931 മാർച്ച് 23 ലാഹോർ സെൻട്രൽ ജയിലിൽ.